കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15-18 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാകാൻ, ദൈവത്തിന് പ്രീതികരമായ ക്രിസ്തീയ ജീവിതമാകാൻ, നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകാൻ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇന്നത്തെ 2 വായനകളും നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ കുറേ ശുശ്രൂഷ ചെയ്താൽ പോരാ, ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യണം. അങ്ങനെയുള്ളവർ കർത്താവിന് സ്വീകാര്യരാണ് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 35:20 വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ശുശ്രൂഷ ചെയ്താൽ പോരാ, നമുക്ക് സൗകര്യമുള്ളതുപോലെ ശുശ്രൂഷ ചെയ്താൽ പോരാ, ദൈവത്തിന് സ്വീകാര്യമായ ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന് പ്രീതികരമാകുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടോ, പൗലോസും മറ്റ് അപ്പസ്തോലന്മാരുമൊക്കെ ഒരു പലയിടങ്ങളിലേക്കും പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് അവരെങ്ങും പോകാതിരുന്നില്ല. ഇതിനുശേഷം അവർ കാണുകയാണ്, മക്കദോണിയക്കാർ അവരെ അങ്ങോട്ട് വിളിക്കുന്നതായിട്ട് സ്വപ്നം, ദൈവം കൊടുത്ത സ്വപ്നമാണ്. ഇനി അതിന് തടസ്സമൊന്നും വരാതിരുന്നപ്പോൾ അവർ പോകുന്നത് കാണാൻ പറ്റും. മാത്രമല്ല, ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, സഭ അനുദിനം വളർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ കാര്യം, അപ്പസ്തോലന്മാർ കൊടുത്ത നിർദ്ദേശങ്ങൾ അവരെ അതനുസരിച്ച് മുമ്പോട്ട് പോയി. ശുശ്രൂഷ ചെയ്തവർ വളരെ സമർപ്പണ ബോധത്തോടെ ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ടാണ് ദൈവജനത്തിൻ്റെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നാം ഇന്ന് വായിച്ചു കേട്ട ഒരു കാര്യമാണ്. നമ്മൾ മൂലം സഭ ശുഷ്കിക്കരുത്. നമ്മൾ മുഖാന്തരം സഭ വളർന്നു വരണം. ഇനി അതിന് നമ്മുടേതായ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ബലി കഴിച്ചുകൊണ്ട് പോലും ദൈവത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായന നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. സുവിശേഷ ഭാഗവും നമ്മളെ പഠിപ്പിക്കുകയാണ്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ പേര്, നാമം ധരിച്ച് നമ്മൾ നടക്കുക എന്നുള്ളതല്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന രൂപങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ആത്യന്തികമായിട്ടുള്ള സ്നേഹം, റാഡിക്കൽ ലവ്. അതാണ് ശരിക്കും ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. റാഡിക്കൽ ലവ്, ആത്യന്തികമായിട്ടുള്ള സ്നേഹം. നമ്മൾ കാണുകയാണ്, കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ സ്വീകരിച്ചതുകൊണ്ട്, എൻ്റെ വചനം സ്വീകരിച്ചതുകൊണ്ട് ലോകം നിങ്ങളെ എതിർക്കും, ലോകം നിങ്ങളെ ദ്വേഷിക്കും, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഇതൊന്നും ആരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തി ഇതൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി, എന്നാൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയുടെ പേരുണ്ട്, ക്രിസ്ത്യാനി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ആത്യന്തികമായിട്ടുള്ള ആ സ്നേഹം അത് നമ്മൾ ജീവിക്കുന്നില്ലായിരിക്കാം. കാരണം ഈ സഹനങ്ങളെല്ലാം പേടിച്ചിട്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എന്നെ സ്നേഹിക്കുന്നവരെ, ദൈവരാജ്യം ലക്ഷ്യമാക്കിയിരിക്കുന്നവരെ ലോകം ദ്വേഷിക്കും, അവരെ ലോകം ഒറ്റപ്പെടുത്തും, അവർക്ക് ലോകത്തിൽ നിന്ന്
എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷെ അവിടെയെല്ലാം അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ഇവിടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകണം. അതില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 3:12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മളെ ലോകം ദ്വേഷിക്കും. നമുക്ക് ഒരുപാട് ക്ലേശങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി സഹനങ്ങളുടെ അളവല്ല, ശരിക്കും സ്നേഹത്തിൻ്റെ അളവാണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹനം കുറഞ്ഞെന്ന് വിചാരിച്ച് സ്നേഹമില്ലാത്തവരുടെ ജീവിതത്തിൽ അത് വലിയ നേട്ടമൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കണമെന്നില്ല. സഹനങ്ങൾ എത്ര ഉയർന്നു നിന്നാലും സ്നേഹത്തിൻ്റെ അളവ് ഉയർന്നു നിൽക്കുമ്പോൾ അതെല്ലാം എടുത്തു മുമ്പോട്ട് പോകാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കും എന്നുള്ളത് പല വിശുദ്ധരുടെയും ജീവിത സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തെ അറിയുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായി മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, ഈ സ്നേഹമുള്ളിടത്ത് ത്യാഗമില്ല എന്നാണ് പറയുക. ത്യാഗമെടുക്കിയാലെന്നല്ല, അത് വലിയൊരു ത്യാഗമായിട്ട് അവർക്ക് തോന്നത്ത് പോലുമില്ല. നമുക്ക് കാണാൻ സാധിക്കും ഒരു സംഭവം പഴയ നിയമത്തിൽ ഉൽപ്പത്തി 29:20 വചനം. അവിടെ നമ്മൾ കാണുകയാണ്, യാക്കോബിന് റേച്ചലിൽ ഒരു പ്രണയമായിരുന്നു. പറയുകൊണ്ട് അവൾക്ക് വേണ്ടി ലാബാൻ്റെ കീഴിൽ 7 വർഷം ജോലി ചെയ്തു കൊടുക്കുന്നത് കാണാൻ പറ്റും. കൂലിയൊന്നുമില്ല, ജോലി, ഒരടിമയെപ്പോലെ ജോലി ചെയ്യുക. ഇനി ഇതെന്ത് ലക്ഷ്യത്തോടു കൂടി ആയിരുന്നു എന്ന് നമുക്കറിയാം. റേച്ചലിനെ കിട്ടാൻ വേണ്ടി, അവളെ പ്രണയിച്ചതുകൊണ്ട് അവളെ ഭാര്യയായി കിട്ടാൻ വേണ്ടി അവളുടെ അപ്പൻ ലാബാൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, 20 വചനം പറയാണ്, 7 വർഷം ഏതാനും ദിവസങ്ങൾ പോലെ കടന്നുപോയി. കാരണം അവൻ അവളോടുണ്ടായിരുന്ന സ്നേഹം. ഒരു സ്ത്രീയോട് ഉണ്ടായിരുന്ന സ്നേഹത്തെ പ്രതി ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ഒടയതമ്പുരാനെ നമ്മൾ ശരിക്കും സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവും. അതുകൊണ്ടാണ് സ്നേഹം, ആത്യന്തികമായിട്ടുള്ള ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അതൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപ നമുക്കുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമില്ല. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് പ്രാർത്ഥിച്ച് തീർക്കുക. അതുപോലെ തന്നെ സഹിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഏതെങ്കിലും വിധത്തിൽ സഹനം ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ സഹനം ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവരുടെ സ്നേഹം വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് നീളം കൂടുതലാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം വളരെ ഹ്രസ്വമാണ്, ചുരുങ്ങിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചന എന്ന് വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ മാറുന്നത് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്ത്യർ 13 അതിൻ്റെ 4 മുതൽ ഒന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും സഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹത്തിൽ വളർന്നവര് സഹനത്തെക്കുറിച്ച് ഒരു പരാതി പരിഭവം പറഞ്ഞ്, അല്ലെങ്കിൽ ഇവരെല്ലാം കാരണമാണ് എനിക്ക് സഹനം വന്നത് എന്ന് പറഞ്ഞ് അവർക്കെതിരെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അവരാ സഹനം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൽ നിന്ന്, അല്ലെങ്കിൽ വിശ്വാസത്തെ പ്രതി ഞാൻ ഏറ്റെടുക്കുന്ന സഹനമെന്ന് പറഞ്ഞ് അത് കാഴ്ചവെച്ച് മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കും. ചെറിയ സഹനത്തിന് മുമ്പിൽ പോലും പ്രതികരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മനസ്സിലായിക്കോണം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വളരെ ആഴമില്ലാത്തതാണ്, നീളമില്ലാത്തതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ വളരണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹത്തിൽ വളരാൻ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കണം. പിന്നെ ആ സ്നേഹം ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ നേരിടാൻ ഇതിലേറെ നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ പ്രതിസന്ധി, സഹനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തി നമ്മുടെ വിശ്വാസം ജീവിക്കുവാനും സ്നേഹത്തിൽ നിലനിൽക്കുവാനും
സ്നേഹത്തിൽ നടക്കുവാനുമൊക്കെ ദൈവം നമുക്ക് കൃപ നൽകുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതശൈലി ഏറ്റെടുക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.